Hello everyone, welcome to this video. So in the last video I have discussed what is an operator and what are the different types of operator. There I have told you that there are 8 different types of operators. So the first type of operator is arithmetic operator. So in this video I will discuss about arithmetic operator. So as the name tells, arithmetic operators നമുക്ക് വളരെ familiar ആണ്, and arithmetic operator is nothing but the operators used for arithmetic calculations. Arithmetic ആയിട്ടുള്ള calculations അല്ലെങ്കിൽ manipulations ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ arithmetic operators യൂസ് ചെയ്യുന്നത്. So what are the arithmetic operators? Plus, minus, star, divide, percentage. ഈ അഞ്ചെണ്ണമാണ് arithmetic operators ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. So it is very important that you understand. അതായത് ഈ arithmetic operators ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണം മാത്രമാണ് arithmetic operatorsൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ അഞ്ചെണ്ണം കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ദ ഫസ്റ്റ് വൺ ഈസ് എഡിഷൻ, ദാറ്റ് ഈസ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്ററിനെ നമ്മൾ രണ്ട് പേരിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒന്നുകിൽ നമുക്ക് എഡിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ യൂണറി പ്ലസ് ആണ്. For example, a plus b, this is addition. 6 plus 2, this is also addition. Plus 5, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? യൂണറി പ്ലസ് ആണ്. അപ്പോൾ യൂണറി പ്ലസ്സിൽ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്ലസ് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് യൂണറി പ്ലസ്. നെക്സ്റ്റ് വൺ ഇസ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും യൂണറി മൈനസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് a minus b, that is subtraction. 9 minus 6 subtraction ആണ്, ബട്ട് -3 നേടുന്നതിനാണ് എന്താണ്? യൂണറി മൈനസ് ആണ്. അപ്പോൾ എന്താ ഈ യൂണറി മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ -3 എന്ന് കൊടുക്കുന്ന സമയത്ത് 3 എന്ന് പറയുന്ന നമ്പറിനോട് എന്ത് ചെയ്യും? -1 മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ യൂണറി മൈനസ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഓപ്പറേറ്റർ ഒരു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യും? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഇഫ് യു ആർ റൈറ്റിംഗ് -3, this 3 is considered as operand. 3 is considered as operand and this minus is the operator. Okay, so next one is star, that is multiplication വേണ്ടിയിട്ടാണ്. സോ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ 3 into 2 എന്ന് എഴുതുന്നുണ്ടെങ്കിലും മൾട്ടിപ്ലിക്കേഷന് വേണ്ടി കീബോർഡിൽ ഒരു സിമ്പലേ ഉള്ളൂ, അതേതാണ്? സ്റ്റാർ ആണ്. സോ സ്റ്റാർ വി ആർ യൂസിങ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. സോ എക്സാമ്പിൾ a star b 3 star 4. ഓക്കെ, അപ്പോൾ ഇത് 3 into 4 ആണ് ചെയ്യുന്നത്. ബട്ട് ഇസ് എ സ്റ്റാർ ബി. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും എന്തായിരിക്കണം? വാരിയബിൾ ആയിരിക്കണം. സോ എയിലുള്ള വാല്യൂവും ബിയിലുള്ള വാല്യൂവും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സിമിലർലി ലൈക്ക് ദിസ് ഹിയർ ഓൾസോ a plus b means the value in a is added with the value in b. നെക്സ്റ്റ് വൺ ഇസ് ഡിവിഷൻ, ദാറ്റ് ഈസ് സ്ലാഷ്. ദിസ് സ്ലാഷ് ആണ് നമ്മൾ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. Okay, so this slash is used for division. For example, I am giving some examples here as a divided by b and 6 by 2. Next one is modulo division. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർസെൻറ്റേജ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 5% 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ %2 എന്ന് പറഞ്ഞാൽ നമ്മിലുള്ള വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എത്രയാണോ അതായിരിക്കും റിസൾട്ട്. അതുപോലെ തന്നെ a%b, b കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ടുള്ള റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. സോ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഇസ് കോൾഡ് മോഡുലോ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് കോൾഡ് മോഡുലോ ഓപ്പറേറ്റർ. സോ ഈ അഞ്ചെണ്ണമാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ റൈറ്റിംഗ് a plus b, ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ. കാരണം എന്താ? ഇവിടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പ്ലസ് വരുന്നുണ്ട്. സോ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ വരുന്ന എക്സ്പ്രഷനെ നമ്മൾ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയും. ആ ഓപ്പറേറ്ററിന് എന്തും പറയും? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്നും പറയും. ഓക്കെ, so actually for arithmetic operators, integer division ചെയ്യുന്ന സമയത്ത് it truncates the fractional part. For example, നമ്മൾ 3/2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകതയാണ് 3/2. നമ്മൾ സാധാരണ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1.5 ആണ് അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1 ആയിരിക്കും. കാരണം 3യും ഇൻറ്റീജർ ആണ്, 2വും ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 എന്നുള്ളത് ഈ പോയിന്റിന് ശേഷമുള്ള ഭാഗം ട്രങ്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 1 എന്നായിരിക്കും. ഓക്കെ, സോ ഇഫ് വി ആർ ഗിവിങ് ഇൻറ്റീജേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുള്ളൂ? ഇൻറ്റീജർ ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 5/2
ചെയ്താൽ നമുക്ക് 2.5 എന്ന് കിട്ടൂല, 2 എന്നേ കിട്ടുള്ളൂ. പോയിന്റിന് ശേഷമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ട്രങ്കേഷൻ. Truncates the fractional part. Okay. So next thing to be noted that is that modulo division operator cannot be used on floating point data. Modulo division, for example, ഏതാണ് modulo division operator? This operator അല്ലേ, percentage. Modulo division operator percentage എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോട്ട് ഡാറ്റൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 5% 2, നമുക്കറിയാം 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. ദിസ് ഈസ് പെർഫെക്റ്റ്. ബട്ട് ഇഫ് യു ആർ ഗിവിംഗ് സംതിങ് ലൈക്ക് ദിസ് 5.2% 2.1, is it legal? No, it is illegal. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് റിമൈൻഡർ കിട്ടുന്ന സംഭവം വേണ്ടത് ഇൻറ്റീജർ ഡാറ്റൻ്റെ കൂടെയാണ് അല്ലേ. അപ്പം 5.2നെ 2.1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള റിമൈൻഡർ, വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ. നോർമലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഡീൽ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇല്ലീഗലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർസെൻറ്റേജ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഇതിൻ്റെ ഓപ്പറൻ്റ് ആയിട്ട് നമുക്ക് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇൻറ്റീജർ ഡാറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വി കനോട്ട് ഗിവ് വാട്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് 5 divided by 3. All these things are valid, but we cannot give what, floating point data. അപ്പോൾ ഫ്ലോട്ട് ഡാറ്റൻ്റെ കൂടെ എന്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, പെർസെൻറ്റേജ് ഓപ്പറേഷൻ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലോ ഓപ്പറേഷൻ cannot be performed on floating point data. സോ അരിത്തമാറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പം പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ. സോ ഇഫ് യു ആം റൈറ്റിംഗ് x plus y, ഇതൊരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണ്. Actually there are 3 types of arithmetic expression. First one is integer arithmetic, second one is real arithmetic, third one is mixed mode arithmetic. അതായത് ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് ഓപ്പറേറ്റർ 3 ടൈപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റീജർ അരിത്തമാറ്റിക്. ഓക്കെ. സോ വാട്ട് ഈസ് ഇൻറ്റീജർ അരിത്തമാറ്റിക്? So it is very simple. Integer arithmetic എന്താണെന്ന് പറഞ്ഞാൽ, when operands are integers and the expression is called integer arithmetic. അതായത് ഒരു എക്സ്പ്രഷൻ്റെ ഓപ്പറൻസ് ഒക്കെ എന്താണ്, ഓപ്പറൻസ് എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ്. അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് എന്ത് പറയുക, ഇൻറ്റീജർ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുക. ഓക്കെ. സോ ഓപ്പറേഷൻ ഇസ് കോൾഡ് ഇൻറ്റീജർ അരിത്തമാറ്റിക്. ഓക്കെ. സോ ആ ഒരു എക്സ്പ്രഷനെ നമുക്ക് എന്ത് പറയാം, ഇൻറ്റീജർ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഓപ്പറേഷൻ നമുക്ക് എന്ത് പറയാം, ഇൻറ്റീജർ അരിത്തമാറ്റിക് എന്ന് പറയാം. ഓക്കെ. ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, റിസൾട്ട് വിൽ ബി ഓൾസോ എൻ ഇൻറ്റീജർ അല്ലേ. ഇൻറ്റീജേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്താ കിട്ടുക, ഇൻറ്റീജർ ആണ് കിട്ടുക. അപ്പോൾ ഒരു ഇൻറ്റീജറും വേറൊരു ഇൻറ്റീജറും തമ്മിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് മാത്രമാണ്, ഇൻറ്റീജർ മാത്രമാണ്. സോ അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം അസൈനിങ് എ ഈസ് ഈക്വൽ ടു 14 ആൻഡ് ബി ഈക്വൽ ടു 4, എ മൈനസ് ബി നമുക്കറിയാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 10 ആണ് അല്ലേ. സോ ഈ എയും ഇൻറ്റീജർ ആണ്, ബിയും എന്താണ്, ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 10 തന്നെയാണ്, ഇൻറ്റീജർ ആണ്. സോ ദിസ് ഈസ് കൺസിഡർഡ് ഇൻറ്റീജർ അരിത്തമാറ്റിക്. ഇതിനെയാണ് എന്ത് പറയുക, ഇൻറ്റീജർ അരിത്തമാറ്റിക് എന്ന് പറയാം. അതുപോലെ തന്നെ എ പ്ലസ് ബി ചെയ്താൽ 18 ആണ്, ഇതും എന്താണ്, ഇൻറ്റീജർ അരിത്തമാറ്റിക് ആണ്. എ സ്റ്റാർ ബി ചെയ്താൽ 56 ആണ്. ദിസ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് ഇൻറ്റീജർ അരിത്തമാറ്റിക്. കാരണം ഓപ്പറൻസ് എന്താണ്, ഓപ്പറൻസ് എയും ബിയും ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. ബിക്കോസ് എ 14 ആണ്, ബി 4 ആണ്. ഇനി അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് 56, ഇതും ഇൻറ്റീജർ ആണ്. സോ ദിസ് ഈസ് വാട്ട്, ഇൻറ്റീജർ അരിത്തമാറ്റിക്. സോ എന്താണ് ഇൻറ്റീജർ അരിത്തമാറ്റിക്? ഓപ്പറൻസും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പറേഷൻ നമുക്ക് പറയാം ഇൻറ്റീജർ അരിത്തമാറ്റിക് എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു എക്സ്പ്രഷൻ എന്ത് പറയാം, ഇൻറ്റീജർ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ. സോ ഇത് അധികം കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റീജർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു എക്സ്പ്രഷനെയാണ് ഇൻറ്റീജർ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ആ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനെ നമുക്ക് എന്ത് പറയാം, ഇൻറ്റീജർ അരിത്തമാറ്റിക് എന്ന് പറയാം. ഓക്കെ. സോ ഇവിടെ തന്നെ നമ്മൾ എ ബൈ ബി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, എ ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ 14 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 3 പോയിന്റ് സംതിങ് കിട്ടേണ്ടതാണ്. ബട്ട് ഇവിടെ രണ്ടും എയും ഇൻറ്റീജർ ആണ്, ബിയും ഇൻറ്റീജർ ആണ്. അപ്പോൾ റിസൾട്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ, 3 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള കറക്റ്റ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എയും ബിയും എന്തായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും.
ഇൻറ്റ് ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഇൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. സോ ഇവിടെ എയും ബിയും ഇൻറ്റീജർ ആയതുകൊണ്ട് a/b ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3 എന്നാണ്. പോയിന്റിന് ശേഷം വരുന്ന ഭാഗങ്ങൾ ട്രങ്കേറ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് a%b. a%b 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ഇതും എന്ത് തന്നെയാണ്? ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? ഇൻറ്റീജർ അരിത്തമാറ്റിക് ആണ്. ബിക്കോസ് ഓപ്പറൻസും ഇൻറ്റീജർ ആണ്, റിസൾട്ടും എന്താണ്? ഇൻറ്റീജർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻറ്റീജർ അരിത്തമാറ്റിക് ദാറ്റ് ഈസ് ഡ്യൂറിങ് മോഡുലോ ഡിവിഷൻ സൈൻ ഓഫ് ഓപ്പറൻറ്റ് ഈസ് ഓൾവേസ് എ സൈൻ ഓഫ് ഫസ്റ്റ് ഓപ്പറൻറ്റ്. ഫോർ എക്സാമ്പിൾ -14% നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -2 ആയിരിക്കും. അതായത് ഈ മോഡുലോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സൈൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത്, സൈൻ ഓഫ് റിസൾട്ട് എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് ഓപ്പറൻറ്റ് -14 ആണ്, നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് -2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ -14 ഡിവൈഡ് ബൈ -3 ചെയ്താലും നമുക്ക് കിട്ടുക -2 ആണ്, കാരണം ഈ ഒരു ഫസ്റ്റ് ഓപ്പറൻറ്റ് നെഗറ്റീവ് ആണ്. അഗെയിൻ ഹിയർ 14% -3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആണ്. ബിക്കോസ് ഇവിടുത്തെ ഈ ഒരു ഓപ്പറൻറ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോഡുലോ ഡിവിഷൻ ഈ ഓപ്പറേറ്ററിൻ്റെ കേസിൽ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ദിസ് ഓപ്പറേറ്റർ വി മസ്റ്റ് പ്രൊവൈഡ് വാട്ട്? ദ സൈൻ ഓഫ് ദി ഫസ്റ്റ് ഓപ്പറൻറ്റ്. ഓക്കെ, അപ്പം നെഗറ്റീവ് വരുന്ന കേസിലാണ് അത് നോക്കേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും മിക്സ് ആയിട്ട് വരുന്ന കേസിൽ വരുന്ന സൈൻ എന്ന് പറയുന്നത് സൈൻ ഓഫ് ഫസ്റ്റ് ഓപ്പറൻറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വളരെ റെയർ ആയിട്ട് ആവശ്യം വരുന്ന കൺസെപ്റ്റുകളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ് ഈസ് റിയൽ അരിത്തമാറ്റിക്. അതായത് ഇൻറ്റീജർ അരിത്തമാറ്റിക് ഉണ്ട്, റിയൽ അരിത്തമാറ്റിക് ഉണ്ട്, മിക്സഡ് മോഡ് അരിത്തമാറ്റിക് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ ടൈപ്പ് ആണ് റിയൽ അരിത്തമാറ്റിക്. ഓക്കെ, സോ റിയൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഓൺലി റിയൽ ഓപ്പറൻസ്. അപ്പം ഇൻറ്റീജർ ഓപ്പറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ഇൻറ്റീജർ അരിത്തമാറ്റിക് ആണ്. ഇനി ഈ റിയൽ ഓപ്പറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? റിയൽ അരിത്തമാറ്റിക് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, റിയൽ അരിത്തമാറ്റിക് അതായത് റിയൽ ഓപ്പറൻസിന് റിയൽ ഓപ്പറൻസും ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വിൽ ഓൾസോ ബി എ റിയൽ. ഓക്കെ, സോ അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും? റിയൽ ആയിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, റിയൽ കോൺസ്റ്റന്റ് അല്ലെ? റിയൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 2.5 ദിസ് ഈസ് എ റിയൽ കോൺസ്റ്റന്റ്. ഈ റിയൽ കോൺസ്റ്റൻസിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെസിമൽ ഫോം ആൻഡ് എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന സിമ്പൽ വരുന്ന നൊട്ടേഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് റിയൽ അരിത്തമാറ്റിക്. റിയൽ അരിത്തമാറ്റിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഇൻവോൾവിങ് റിയൽ ഓപ്പറൻസ് ഓൺലി. റിയൽ ഓപ്പറൻസ് മാത്രമുള്ള ഇതിനെയാണെന്ന് പറയുക റിയൽ അരിത്തമാറ്റിക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇഫ് എക്സ് വൈ ആൻഡ് സെഡ് ആർ ഫ്ലോട്ട് വേരിയബിൾസ്, എക്സും വൈയും സെഡും ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 6.0 by 7.0. ദ റിസൾട്ട് വിൽ ബി 0.857143. അതായത് 6.0നെ 7.0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്? 0.857143. ബട്ട് ദിസ് നമ്പർ ആക്ച്വലി അവിടെ എൻഡ് ചെയ്യുന്നതല്ല, ബട്ട് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന് 6 ഡിജിറ്റ്സ് ഓഫ് പ്രെസിഷൻ ആണ് ഉള്ളത്. 6 ഡിജിറ്റ്സ് ഓഫ് പ്രെസിഷൻ, അതായത് പോയിന്റിന് ശേഷം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഡിജിറ്റ്സേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 6 ഡിജിറ്റ്സ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ y is equal to 1.0 by 3.0 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.0 by 3.0 ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? y-ലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുക 0.333333 ആണ്. ആക്ച്വലി ഇതവിടെ എൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ബട്ട് ഫ്ലോട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എക്സും വൈയും സെഡും ഒക്കെ ഫ്ലോട്ടാണ്. അപ്പം y ഫ്ലോട്ട് ആയതുകൊണ്ട് ഈ y-ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ മാക്സിമം 6 ഡിജിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്യാം. സോ ഇതിൻ്റെ പ്രെസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 6 ഡിജിറ്റ്സ് ആണ്. ആൻഡ് അഗെയിൻ അനദർ എക്സാമ്പിൾ -2.0 by 3.0 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് -0.666667. ഇവിടെയും എത്ര ഡിജിറ്റ്സ് ആണ്? 6 ഡിജിറ്റ്സ് ഓഫ് പ്രെസിഷൻ ആണ്. പോയിന്റിന് ശേഷം 6 ഡിജിറ്റ്സ് ആണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫ്ലോട്ട് ആയതുകൊണ്ട് എക്സും വൈയും സെഡും ഒക്കെ ഫ്ലോട്ടാണ്. സോ ഈ എക്സും വൈയിലും സെഡിലും മാക്സിമം നമുക്ക് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാം? 6 ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാം. അതാണ് പ്രെസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്.
ഓക്കെ. സോ ഫ്ലോട്ടിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 6 ഡിജിറ്റ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡബിളിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 14 ഡിജിറ്റ്സ് ആണ്. ലോങ് ഡബിളിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 20 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ നമുക്ക് മാക്സിമം പോയിന്റ് ശേഷം 6 മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വാല്യൂ ഇവിടെ മുറിഞ്ഞത്. ഓക്കെ. സോ റിയൽ അരിത്തമാറ്റിക്. Real arithmetic is nothing but an expression involving only real operands. അല്ലേ, ഇവിടെ 6.0 റിയൽ ആണ്, 7.0 റിയൽ ആണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാലുള്ള റിസൾട്ട് 0.857143 ദിസ് ഇസ് ഓൾസോ റിയൽ. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനെയാണ് റിയൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഇതേ എക്സാമ്പിൾ നമ്മളിപ്പോൾ 7/6/7 ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 0 കിട്ടുള്ളൂ. 0. ദാറ്റ് വാല്യൂസ് ഒന്നും കിട്ടൂല. കാരണം എന്താ, 6 ഇൻറ്റീജർ ആണ്, 7 ഇൻറ്റീജർ ആണ്. സോ റിസൾട്ട് വിൽ ഓൾസോ ബി എൻ ഇൻറ്റീജർ. സോ 0.85 എന്നുള്ള സംഭവത്തിനെ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ട്രങ്കേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യും. സോ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, 0 മാത്രമേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് റിയൽ അരിത്തമാറ്റിക്. അതാണ് റിയൽ അരിത്തമാറ്റിക്. ദിസ് ഈസ് ഇൻറ്റീജർ അരിത്തമാറ്റിക്. Okay, so I think you understood the difference between integer arithmetic and real arithmetic. Integer arithmetic il operands result integers aanu. Real arithmetic il രണ്ടും എന്താണ്, റിയൽ ആണ്, അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂസ് ആണ്. Okay. നെക്സ്റ്റ് വൺ മിക്സഡ് മോഡ് അരിത്തമാറ്റിക്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് മിക്സഡ് മോഡ് എന്ന് പറഞ്ഞാൽ. മിക്സഡ് മോഡ് എന്ന് പറഞ്ഞാൽ when one operand is real and the other is integer, that is called മിക്സഡ് മോഡ് അരിത്തമാറ്റിക്. ഒന്ന് ഇൻറ്റീജർ ആണ്, ഒന്ന് റിയൽ ആണ്. That is called mixed mode arithmetic. So the expression is called mixed mode arithmetic expression, and if either operand is real, then only the real operation is performed. അല്ലേ, റിയൽ അതുപോലെ തന്നെ ഇൻറ്റീജർ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് ഹൈ അല്ലെങ്കിൽ വലിയ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് റിയൽ ആണ്. അല്ലേ, കാരണം റിയലിന് നമുക്ക് 4 ബൈറ്റ്സ് ആണ്, ഇൻ്റ് ആണെങ്കിൽ വെറും 2 ബൈറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ 15 divided by 10.0 ദിസ് ഇസ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ. 15 divided by 10.0 എന്ന് പറയുന്നത് മിക്സഡ് മോഡാണ്. 15 ഈസ് എൻ ഇൻറ്റീജർ, 10.0 ഈസ് എ റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് കിട്ടുക 1.5 ആണ്. കാരണം എന്താണെന്നറിയോ, ഈ 15 എന്നുള്ള വാല്യൂവിന് എന്ത് ചെയ്യും, റിയലിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് 15.0 ആക്കും, എന്നിട്ട് ബൈ 10.0 ചെയ്യും. അപ്പോൾ ഇതെന്തായി, ഇത് രണ്ടും എന്തായി, റിയൽ ആയി. ഇപ്പം നമുക്ക് റിസൾട്ട് എന്ത് തന്നെയായിട്ട് കിട്ടുക, 1.5. ദാറ്റ് ഈസ് ഓൾസോ റിയൽ. അപ്പോൾ മിക്സഡ് മോഡ് അരിത്തമാറ്റിക്കിൽ എപ്പോഴും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് റിയൽ ഓപ്പറേഷൻ ആയിരിക്കും. റിസൾട്ടും എന്ത് തന്നെയായിരിക്കും, റിയൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 15/10 ചെയ്താൽ നമുക്ക് കിട്ടുക 1 ആണ്. കാരണം 15 ഇൻറ്റീജർ ആണ്, 10 ഇൻറ്റീജർ ആണ്. സോ റിസൾട്ട് വിൽ ഓൾസോ ബി എൻ ഇൻറ്റീജർ. സോ വിൽ ഓൺലി ഗെറ്റ് 1 ഇൻസ്റ്റെഡ് ഓഫ് 1.5. നമുക്ക് കിട്ടുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ. സോ അതാണ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക്കിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒന്ന് ഫ്ലോട്ട് ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ. രണ്ടും ഇൻറ്റീജർ ആണെങ്കിൽ റിസൾട്ട് ഇൻറ്റീജർ ആയിരിക്കും. രണ്ടും റിയൽ ആണെങ്കിൽ റിസൾട്ട് റിയൽ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ. സോ ദാറ്റ് ഈസ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക്. സോ മിക്സഡ് മോഡ് അരിത്തമാറ്റിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിൽ ഓപ്പറൻസും അതേപോലെ തന്നെ ഓപ്പറൻസ് ഒന്ന് റിയലും ഒന്ന് ഇൻറ്റീജറും ആണെങ്കിൽ ദാറ്റ് ഈസ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക്. ഓക്കെ. സോ ഹിയർ റിയൽ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഇതെന്താണ്, ഇതൊരു ഇൻറ്റീജർ അരിത്തമാറ്റിക് ആണ്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദി ക്ലാസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസിനെ പറ്റിയിട്ടാണ്. അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് അത് 5 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട്. അരിത്തമാറ്റിക് എക്സ്പ്രഷൻസിനെ വീണ്ടും 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇൻറ്റീജർ അരിത്തമാറ്റിക്, റിയൽ അരിത്തമാറ്റിക് ആൻഡ് മിക്സഡ് മോഡ് അരിത്തമാറ്റിക്. So I think you understood it. So that's all in this video. Thank you so much.